ജനറൽ നോളജ്. 1. മലബാറിൽ കർഷക സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? മലബാറിൽ കർഷക സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം വാഗ്ഭടാനന്ദൻ. 2. കുമാരനാശാനെ നവോത്ഥാന കവി എന്ന് വിളിച്ചത് ആരാണ്? കുമാരനാശാനെ നവോത്ഥാന കവി എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം തായാട്ട് ശങ്കരൻ. 3. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം മന്നത്ത് പത്മനാഭൻ. 4. നമ്പൂതിരി സ്ത്രീകൾ മാത്രം എഴുതി അഭിനയിച്ച ആദ്യ നാടകം ഏത്? നമ്പൂതിരി സ്ത്രീകൾ മാത്രം എഴുതി അഭിനയിച്ച ആദ്യ നാടകം ഏത്? ഉത്തരം തൊഴിൽ കേന്ദ്രത്തിലേക്ക്. 5. ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം ഏത്? ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം ഏത്? ഉത്തരം 1853. 6. ജീവകാരുണ്യ നിരൂപണം രചിച്ചത് ആര്? ജീവകാരുണ്യ നിരൂപണം രചിച്ചത് ആര്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. 7. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി. 8. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ എത്ര? മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ എത്ര? ഉത്തരം 206. 9. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഏത്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഏത്? ഉത്തരം കണ്ണിലെ പേശി. 10. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏത്? കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? ഉത്തരം ഇരവികുളം. 11. ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിന്റെ അളവ് എത്ര? ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിന്റെ അളവ് എത്ര? ഉത്തരം 300 മില്ലിലിറ്റർ. 12. ആറ്റത്തിന്റെ ന്യൂക്ലിയർ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആറ്റത്തിന്റെ ന്യൂക്ലിയർ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഏണസ്റ്റ് റുദർഫോർഡ്. 13. ഒളിമ്പിക് ചിഹ്നത്തിന്റെ വളയങ്ങൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഒളിമ്പിക് ചിഹ്നത്തിന്റെ വളയങ്ങൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഉത്തരം വൻകരകളെ. 14. ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് മംഗളവനം ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് മംഗളദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. 15. റബ്ബറിൽ കാണുന്ന ചീക്ക് രോഗത്തിന് കാരണം? റബ്ബറിൽ കാണുന്ന ചീക്ക് രോഗത്തിന് കാരണം? ഉത്തരം ഫംഗസ്. 16. ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം ഏത്? ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം ഏത്? ഉത്തരം ടിറോസ് 1. 17. വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്? വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്? ഉത്തരം 10ാം പഞ്ചവത്സര പദ്ധതി. 18. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ്? സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ്? ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ്. 19. മാർത്താണ്ഡവർമ്മ പാലം എന്നറിയപ്പെടുന്ന പാലം ഏത്? മാർത്താണ്ഡവർമ്മ പാലം എന്നറിയപ്പെടുന്ന പാലം ഏത്? ഉത്തരം ആലുവ പാലം. 20. എല്ലാ ഗ്രാമങ്ങളും പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ സംസ്ഥാനം ഏത്? എല്ലാ ഗ്രാമങ്ങളും പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഹരിയാന. 21. അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പാക്കിയ വർഷം ഏത്? അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പാക്കിയ വർഷം ഏത്? ഉത്തരം 1961. 22. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏതാണ്? ഉത്തരം ഭാരതരത്നം. 23. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ഏത്? ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ഏത്? ഉത്തരം 1912. 24. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര്? ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. 25. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ചക്രവർത്തി ആര്? ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ചക്രവർത്തി ആര്? ഉത്തരം സമുദ്രഗുപ്തൻ.
26 ഇന്ത്യയിലെ ഹൈടെക് സിറ്റി ഏതാണ്? ഇന്ത്യയിലെ ഹൈടെക് സിറ്റി ഏതാണ്? ഉത്തരം ഹൈദരാബാദ്. 27 ഇന്ത്യൻ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ഏത്? ഇന്ത്യൻ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 1935. 28 പാർലമെന്റ് എന്ന ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ്. പാർലമെന്റ് എന്ന ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ചേർന്നതാണ്. 29 ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. 30 നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ വാക്കുകൾ ആരുടേതാണ്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. 31 സംഗീതോപകരണങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ ഒരു പട്ടണം ഏത്? സംഗീതോപകരണങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ ഒരു പട്ടണം ഏത്? ഉത്തരം തഞ്ചാവൂർ. 32 ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? അപ്പോൾ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഇവിടെ ആയിനാണ് കേട്ടോ. ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ BC റോയ്. 33 ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. അടുത്തത് ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആര്? ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ജോൺ ബയോർഡ്. 35 വിറ്റാമിൻ കെയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ കെയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം സ്റ്റെറിലിറ്റി. 36 മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്ര? മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്ര? ഉത്തരം 65%. 37 വൈദ്യുതകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? വൈദ്യുതകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? ഉത്തരം പച്ചിരുമ്പ്. 38 കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്ന പ്രോഗ്രാമിങ്ങിനെ വിളിക്കുന്ന പേര്? കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേര്? ഉത്തരം സോഫ്റ്റ്വെയർ. 39 നോബൽ സമ്മാനം നിരസിച്ച ഏക സാഹിത്യകാരൻ ആരാണ്? നോബൽ സമ്മാനം നിരസിച്ച ഏക സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ജീൻ പോൾ സാർത്ർ. 40 ഏതു വർഷമാണ് കേരളത്തിൽ ടെക്നോ പാർക്ക് ആരംഭിച്ചത്? ഏതു വർഷമാണ് കേരളത്തിൽ ടെക്നോ പാർക്ക് ആരംഭിച്ചത്? ഉത്തരം 1990. 41 ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിനുള്ള മാർഗങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് എവിടെ? ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിനുള്ള മാർഗങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് എവിടെ? ഉത്തരം 1955 ഇന്ത്യൻ പൗരത്വ നിയമത്തിൽ. 42 സംസ്ഥാന ഗ്രാമ വികസനം സ്ഥിതി എവിടെ? സംസ്ഥാന ഗ്രാമവികസനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കൊട്ടാരക്കര. 43 മനുഷ്യരുടെ ക്രോമസോം സംഖ്യ എത്ര? മനുഷ്യരുടെ ക്രോമസോം സംഖ്യ എത്ര? ഉത്തരം 46. 44 ശാസ്ത്രീയമായി മുയലുകളെ വളർത്തൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ശാസ്ത്രീയമായി മുയലുകളെ വളർത്തൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ക്യൂണികൾച്ചർ. 45 മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്. 46 ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത് എന്ന്? ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത് എന്ന്? ഉത്തരം നവംബർ 14. 47 ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനം? ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനം? ഉത്തരം കുങ്കുമപ്പൂവ്. 48 സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം JC ബോസ്. 49 യൂറോപ്പിലെ നവോത്ഥാനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ്? യൂറോപ്പിലെ നവോത്ഥാനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ്? ഉത്തരം ഇറ്റലി. അവിടെ നവോത്ഥാനം എന്നാണ് കേട്ടോ. 50 യൂറോപ്പിലെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? യൂറോപ്പിലെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. 51 ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏത്? ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏത്? ഉത്തരം അഗ്നിസാക്ഷി. 52 ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആര്? ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആര്? ഉത്തരം റസൂൽ പൂക്കുട്ടി. 53 കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ഉത്തരം SL പൂരം സദാനന്ദൻ.
54 ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആര്? ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആര്? ഉത്തരം എസ് ഗുപ്തൻ നായർ. 55 കുമാരനാശാൻ അന്തരിച്ച വർഷം. കുമാരനാശാൻ അന്തരിച്ച വർഷം. ഉത്തരം 1924. 56 കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഉത്തരം ജി അരവിന്ദൻ. അടുത്തത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മലപ്പുറം. അടുത്തത് ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ഉത്തരം കോഴിക്കോട്. 59 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവപ്പെട്ട നോട്ട് ഏത് ഏഷ്യൻ രാജ്യത്താണ്? 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവപ്പെട്ട നോട്ട് ഏത് ഏഷ്യൻ രാജ്യത്താണ്? ഉത്തരം ജപ്പാൻ. 60 സർക്കാർ ഇന്ത്യൻ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയ ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? സർക്കാർ ഇന്ത്യൻ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? ഉത്തരം 9ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത്. 61 ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60 നിന്ന് 50 കുറച്ച സംസ്ഥാനം ഏത്? ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60 നിന്ന് 50 കുറച്ച സംസ്ഥാനം ഏത്? ഉത്തരം ജാർഖണ്ഡ്. 62 വർഷത്തിലെ ആദ്യ ദിവസം അതിവർഷം ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം ഏതാണ്? വർഷത്തിലെ ആദ്യ ദിവസം അതിവർഷം അതിവർഷം ഒഴികെയുള്ളത് ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം ഏതാണ്? ഉത്തരം ഞായർ. 63 ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം മണിപ്പൂർ. 64 ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യം ആയിരുന്നു? ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. 65 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആര്? 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം എം ടി വാസുദേവൻ നായർ. 66 ഇംഗ്ലീഷുകാർ ഇല്ലാത്ത ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് പറഞ്ഞത്? ഇംഗ്ലീഷുകാർ ഇല്ലാത്ത ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ഇതാരാണ് പറഞ്ഞത്? ഉത്തരം ഗാന്ധിജി. 67 ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? ഉത്തരം രാജഗുരു. 68 ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആര്? ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആര്? ഉത്തരം രാമചന്ദ്ര ഗുഹ. 69 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം ഏത്? ഉത്തരം പെൻസുലാർ പീഠഭൂമിയും കുന്നുകളും. 70 ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ഉത്തരം പൂന്താനം നമ്പൂതിരി. 71 ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ഉത്തരം 1955 മെയ് 11. 72 ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആര്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആര്? ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 73 പാമ്പാടും ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? പാമ്പാടും ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി.
74 വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശം ഏതാണ്? വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശം ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 14. 75 ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? ഉത്തരം 1971. 76 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ വൃക്ഷകലകൾ ഏതാണ്? യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ വൃക്ഷകലകൾ ഏതാണ്? ഉത്തരം കൂടിയാട്ടവും മുടിയേറ്റവും. 77 ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏതു രാജ്യത്ത് നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏതു രാജ്യത്ത് നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ഉത്തരം ഗ്രീസ്. 78 ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം ഏത്? ഉത്തരം ബീഹാർ. 79 ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം സൈലന്റ് വാലി. 80 കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്ന കലാരൂപം ഏത്? കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്ന കലാരൂപം ഏത്? ഉത്തരം കൂടിയാട്ടം. 81 കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം തൃശ്ശൂർ. 82 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം? അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം? ഉത്തരം 1888. 83 തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിന്റെ പേര്? തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിന്റെ പേര്? ഉത്തരം അയ്യങ്കാളി. 84 കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല ഏത്? കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല ഏത്? ഉത്തരം കുസാറ്റ്. 85 2020 സമ്മർ ഒളിമ്പിക്സ് ഏത് സ്ഥലത്താണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്? 2020 സമ്മർ ഒളിമ്പിക്സ് ഏത് സ്ഥലത്താണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്? ഉത്തരം ടോക്കിയോ. 86 പ്രശസ്ത കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി പത്മശ്രീ നേടിയ വർഷം ഏത്? പ്രശസ്ത കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി പത്മശ്രീ നേടിയ വർഷം ഏത്? ഉത്തരം 2017. 87 കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. 88 യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെടാത്ത കലാരൂപം ഏത്? യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെടാത്ത കലാരൂപം ഏത്? ഉത്തരം പുലിക്കളി. 89 ആത്മീയ സഭ എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? ആത്മീയ സഭ എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. 90 ഇന്ത്യൻ സ്പോർട്സ് റിസർച്ച് ഓർഗനൈസേഷൻസ് ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ സ്പോർട്സ് റിസർച്ച് ഓർഗനൈസേഷൻ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂർ. 91 UNOയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് ഏത്? UNOയുടെ ഔദ്യോഗിക ഭാഷയല്ലാത്തത് ഏത്? ഉത്തരം ജർമ്മൻ. 92 ആദ്യ കേരള ജ്യോതി അവാർഡ് 2022 നേടിയത് ആര്? ആദ്യ കേരള ജ്യോതി അവാർഡ് 2022 നേടിയത് ആര്? ഉത്തരം MT വാസുദേവൻ നായർ. 93 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിഷ്യൻ സമ്മേളനം നടന്നത് എവിടെ? 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിഷ്യൻ സമ്മേളനം നടന്നത് എവിടെ? ഉത്തരം ഒറ്റപ്പാലം. 94 എപ്പോഴാണ് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ നടത്താൻ തുടങ്ങിയത്? എപ്പോഴാണ് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ നടത്താൻ തുടങ്ങിയത്? ഉത്തരം 1922. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കേളപ്പൻ. 96 ബംഗ്ലാദേശിന്റെ ദേശീയ ഗെയിം ഏതാണ്? ബംഗ്ലാദേശിന്റെ ദേശീയ ഗെയിം ഏതാണ്? ഉത്തരം കബഡി. 97 വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയ വർഷം? വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയ വർഷം? ഉത്തരം 1498. 98 ചെട്ടിക്കുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെട്ടിക്കുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ആലപ്പുഴ.
99. ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ഉത്തരം ശ്രീരംഗപട്ടണം ഉടമ്പടി. 100. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ഉത്തരം ശ്രീനാരായണ ഗുരു.